वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम महादेव। दोस्तों आज हम देखने वाले हैं मरण मास फिल्म को, जो कि 2025 में रिलीज़ हुई है। इस फिल्म में लीड रोल में हैं बासिल जोसेफ, सिजू सनी, अनिश्मा, अनिल कुमार, बाबू एंटनी, सुरेश कृष्णा, राजेश माधवन और दोस्तों इस फिल्म को डायरेक्ट किया है शिव प्रसाद ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। तो विदाउट एनी डिले लेट्स वॉच मरण मास। लेट्स वॉच। 90കളുടെ അവസാനത്തിൽ ഇൻഷുറൻസ് ഏജന്റായ കുമാരനെ പഴത്തിൽ വിഷം വെച്ച് കൊലപ്പെടുത്തി എന്ന കേസ് ഒരുപാട് വഴിത്തി. 8 വയസ്സായിരുന്നു പ്രായം. കുഞ്ഞു പ്രായത്തിൽ തന്നെ മാനസിക നില കീഴ്മേൽ മറിയാൻ തക്കവണ്ണം അനുഭവങ്ങൾ പേറിയ ആ കുട്ടി പ്രതികാരത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. टॉविनो थॉमस इसके प्रोड्यूसर हैं। केले में जहर मिला के ऐसा कुछ है ना, बता रहा था रिपोर्टर। उसके पापा को मारा गया था। केले ले आ रहा, यही है शायद ना, शायद इसके बारे में बता रहे थे वो। എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? हैंगरी ओ खतरनाक किलर है तो। अच्छा पहले मार देता है ये, फिर बनाना रखता है। फिर बनाना रख देता है, तभी बोल रहे हैं बनाना किलर है। हाँ, और नमाज कहीं इसका मतलब वो तो नहीं होता होगा, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികടിച്ചു കൊല്ലുന്ന മരണതാളത്തിന്റെ വിടുപ്പിലേക്ക് വർഷത്തിനുള്ളിൽ 52 പേരും 10 വർഷം കൊണ്ട് 500 കൊലപാതകങ്ങളെ പറ്റി. मुझे लगा ये भी है वही किलर। ഡെഡ് ബോഡിയിൽ ബ്ലേഡ് കൊണ്ടുണ്ടാക്കിയ മുറിവിന്റെ പാടുകളുമാണ്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഒരു എക്സ് സീരിയൽ കില്ലർ നമ്മളോടൊപ്പമുണ്ട്. സാർ, വായിൽ തിരികെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പഴം, ചക്ക, പൈനാപ്പിൾ, സബർജില്ല തുടങ്ങിയ കാർഷിക വിളകളെ കൊലപ്പെടുത്തിയ 70 വയസ്സുകാരൻ രാജൻ ആത്മഹത്യ ചെയ്തു. ഇതോടെ സീരിയൽ കില്ലർ ഭീതി മൂലം മരണപ്പെട്ട ആളുകൾ. നീ അത് കണ്ടോ? ആരൊക്കെയാണെന്നറിയാവോ നിനക്ക്? അത് 2 സഹോദരങ്ങളാ. WWE देख रहे शराबी है। അവനെ അണ്ടർടേക്കറിനെ 3 ദിവസം കുഴിച്ചിട്ടു. പക്ഷെ അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, എന്റെ കൊച്ചു തന്നെ വീട്ടിൽ വന്നിട്ടില്ല. എടാ നിനക്ക് കിട്ടിയിരിക്കുന്ന എന്റെ അപ്പന്റെ സ്വഭാവം. ഈ പരിപാടി ഇനി ഞാൻ നിർത്തിക്കും. പെൺകൊച്ചിനാണെങ്കിൽ രാത്രിയാ इसकी बेटे മോളെ പോന്ന്. എന്താ നിന്റെ മറ്റവനില്ലേ ആ ലുക്കു, അവൻ എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോളോ ബാക്ക് കൊടുക്ക. അമ്മച്ചിക്ക് വലിയപ്പ കുറച്ച് കൂടുതലാ. അമ്മച്ചിക്ക് വലിയ മാത്രമല്ല, ഇത്തിരി പുരോഗമനവും കൂടുതലാ. सब करती है बुढ़िया। അയാളൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുക, താമസിയാതെ വരും. മൈക്ക് സാർ, വൃദ്ധരായ ആളുകൾ അല്ല, ഇന്ന് സാറിന്റെ 73ാം പിറന്നാളാണ്. आप क्या कहना चाहोगे? ഭഗവാൻ मलयाली न्यूज। അത് ഒരു ആരോപണം മാത്രമാണ്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ അയാൾക്കാരെ പേടിയൊന്നുമില്ല, പത്രക്കാരെ വരെ അയാൾ തല്ലി.
डिपार्टमेंट ऑफ साइकोलॉजी। ठीक है, ये तो रो रहा है। रो क्यों रहा है? അജയ്, നമ്മൾ എവിടെയാ നിർത്തിയത്? എല്ലാരും പറയുന്നു പട്ടിയല്ലേ വിട്ടുകളയാൻ. പക്ഷേ കാലത്ത് ആൾക്കാർ ഈ പെറ്റ്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് അവരുടെ നഷ്ടം നമുക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തത്. अच्छा, इसके कुत्ते की मौत तो नहीं गई? शायद ഇഷ്യൂസ്. അജയ്ക്ക് ഒരു മെഡിക്കേഷൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ എന്റെ ഒരു അഡ്വൈസ്, എനിക്ക് जिसका डॉग ही खो गया। താങ്ക് യു. ആയിക്കോട്ടെ. अच्छा, ये उसके डॉग की चेन है शायद, लग रहा अच्छा, നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചാർജ് എടുത്ത ഉടനെ തന്നെ കില്ലറുടെ മാനസിക നില പഠിക്കുവാനായിട്ടാണ് അജയ് രാമചന്ദ്രൻ നഗരത്തിലെ മെഡിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തി. സംശയം തോന്നുന്ന ആരെ കണ്ടാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അധികാരം അതാ. ഓവറായിട്ട് ആൾക്കാർ കൂടുന്നുണ്ട് സാർ. ഓവർ. ये कौन है? बैसल जोसेफ है क्या? शायद पुलिस यहाँ क्यों आई? ये भी गुंडा तो नहीं कहीं? अबे बैसल जोसेफ। सवालों का तो എന്തിന്റെ പേരില സാറ് ഞങ്ങളുടെ ചെക്കനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ടൈഗർ സാറോടെ പുതിയാളായ കാരണം സാറ് കാര്യം പറയും. अच्छा 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 वीडियो पोस्ट किया था। ഇവൻ തന്നെയാണോ ആ സീരിയൽ കില്ലർ എന്നുള്ള ശക്തമായ സംശയം എനിക്കുണ്ട്. സാറിനെ സംശയമുള്ളൂ, ഉറപ്പൊന്നുമില്ലല്ലോ. തൊണ്ടി മുതലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. केला कहता है അതല്ല സാറേ, അടുത്ത ആഴ്ച ചക്കസ്ലോക്കേക്ക് ഇല്ലെങ്കിൽ സാറൊന്ന് പുറത്തേക്ക് നോക്കിയാൽ ജനം മൊത്തളക്കി നിക്ക. ഈ നാട് ഒരു अब दरिया पुलिस वाला ഞാൻ റേഷൻ കട വിളിച്ചായിരുന്നു, അപ്പോഴല്ലേ അറിഞ്ഞത്. എന്താ മണ്ണെണ്ണ കേട്ട് എന്റെ അമ്മയുടെ മണ്ണെണ്ണ. वो जब हमने गली आ रहा था। എടോ ആരടോ ഇവൻ? ഇവൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. വിടുന്നില്ല സാറേ. വാലും തുമ്പും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. സാറേ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ കുമ്പസാരക്കൂട്ടിൽ ആരും അറിയാതെ മയക്കി വെക്കുക. എന്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നല്ല ബുദ്ധിയൊന്നും ഇവരില്ല. സീരിയൽ കില്ലിംഗ് ഒക്കെ ഇതിനെക്കാട്ടിലും എത്രയോ ഭേദം. ഇതൊക്കെ ഉള്ളതാണോ? പിന്നെ ആ പള്ളിയിലെ പ്രശ്നം, നിങ്ങൾ അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിക്കുന്നത് പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്ന് ബൈബിളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, നീ എന്തിനാടാ ഈ ഗാന്ധിയെ വരെ വെടിവെച്ച് വന്ന നാടാണ്. ഇതൊക്കെ നീ എന്തിനാടാ ഇവിടെ പറയുന്നേ? ഷോ എന്റെ സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. കൊണ്ടുപോയിക്കാം, എങ്ങോട്ട് വേണേലും കൊണ്ടുപോയിക്കാം. അടുത്ത ആഴ്ച തന്നെ പോവല്ലോ. पता है कौन सी जगह का नाम ले रहे हो, वहाँ भेजेंगे उसे। फाइट करने आ रहा हूँ। अच्छा, फाइट के लिए? उसके लिए लोगों ने रुपए जुटाए हैं, गांव के लोगों ने। अच्छा, एंग्री यंग स्टार बैसल जोसेफ। क्या चश्म जैसा? 3 പ്രാവശ്യം മുട്ടിച്ച് തതുപരി തിലോദക നമഃ. ये भी इस फिल्म में
അച്ഛനെ മനസ്സിൽ ധ്വാനിച്ച് മഹാദേവനെ മനസ്സിൽ വിളിച്ച് അച്ഛന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ച് ആ പിണ്ട് ഉരുട്ടി തൊഴുതു. अच्छा 20 साल से इसके पिता मिसिंग है, तो अभी सोच रहे हैं कि उनकी मौत हो गई. അമ്മ ഇപ്പൊ വരാട്ടോ മോനെ. ये बहुत सारी फिल्मों में रहते हैं ना. അങ്കിളുടെയോ? अच्छा दोनों अलग अलग हैं. അങ്കിളെ അല്ലേ? കരയണ്ട അങ്കിളെ. लॉलीपॉप दे रहे हो बच्चा. അച്ഛനെ കാണാൻ തോന്നുമ്പോ അങ്കിൾ എന്താ ചെയ്യാ? മാഷിനത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ജിതിൻ കുമാർ സി. अच्छा कंडक्टर है. നീ ആളെ കൂട്ടിക്കോ. കല്യാണം शादी में तोड़ फोड़ के लिए लोग तो नहीं चाहिए ना. നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 16-ാം തീയതി എന്റെ കല്യാണമാണ്. ഞാൻ പെണ്ണ് കാണാൻ പോയാൽ ओ वैम्पायर से लड़की. अच्छा ഞാൻ പെണ്ണ് കാണാൻ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാ നിന്റെയൊക്കെ ഷാപ്പിലിരുന്നോ എന്നെ പറ്റി शायद उड़वाते हैं. पता नहीं कौन उड़वाते हैं. അല്ലടാ, ചെറിയൊരു പണിയില്ല. ഞാൻ ഇപ്പൊ വിളിക്കാം. ഐ ലവ് യു. നാളെ ഏതെങ്കിലും ഒരു നാളെ ഈ കല്യാണവും മുടക്കാൻ നോക്കിയാൽ ജിക്കു നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ ബസ് കയറ്റും. 16-ാം തീയതി എല്ലാവരും കല്യാണത്തിന് വന്ന് പ്രാർത്ഥനയും അനുഗ്രഹവും നേരിടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. सब जबरदस्त बुला रहा. കരുണ കിക്ക് ബോക്സിംഗ് അളയാ. അവള് നിന്നോട് ബ്രേക്കപ്പ് പറയുന്നതിന് മുമ്പ് നീ അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറയണം. ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമല്ല ലൂക്ക്. നീ ഇപ്പൊ എന്താ വിളിച്ചേ? ലൂക്ക് പ്ലീസ്, എനിക്കിതൊക്കെ കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ജെസ്സി, നീ എന്നെ പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നീ നന്നാവുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടെങ്കിലും നിന്റെ ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ടാണെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതാണല്ലേ കുഴപ്പം. ഞാനൊരു സീരിയൽ കില്ലർ ആണെന്ന് നാട്ടുകാർ പറഞ്ഞ പോലെ നീ വിശ്വസിച്ചു അല്ലേ? പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് തീയിടാൻ പറഞ്ഞവളാണ്. ഞാൻ പക്ഷെ സ്റ്റാഫ് റൂം ये लड़की वैसी थी, उसे उकसाया था. പെണ്ണി വയ്ക്കാൻ. മിണ്ടരുത്. എടാ നാട്ടുകാര് നിന്റെ ശല്യം കാരണം ആരും പോവാത്ത സ്ഥലത്തേക്ക് കയറ്റിയിട്ടിട്ട് ട്രൂ ലവ് ഇതൊന്നും നീയല്ല പറയുന്നത്. നിനക്കൊരു ബെസ്റ്റ് और थप्पड़ गए. മിസ്റ്റർ വിജയൻ, ഇപ്പൊ തന്നെ ഈ മാസം പകുതിയായി, എന്നിട്ടും കഴിഞ്ഞ മാസം സ്റ്റോക്ക് എത്തിച്ചിട്ടില്ല. പിന്നെ 2 ദിവസം ലീവ് ആയിരുന്നു. അതൊന്നും എനിക്കറിയണ്ട. സ്റ്റോക്ക് എന്തായാലും എത്തണം. എത്തും മാഡം. അല്ല अच्छा यही है. काम भी करता है डिपार्टमेंट में. गवर्नमेंट जॉब में. മരണവപ്രാളത്തോടെ ഓടി മൂലയിലേക്ക് ഒളിച്ചിരുന്ന ചെറിയുടെ കാലുകൾ പിടിച്ച് बच्चों को भी वैसी कहानी सुना रहा है. ടോമിന്റെ ദേഷ്യം തീർക്കുക. ചെറിയാണെങ്കിലും മരിച്ചോണ്ടിരിക്കുക. അങ്ങനെ എന്താ कैसी है सुना रहा है बच्चों को. ഓക്കെ അല്ലേ? നല്ല കഥ. അത് കേട്ടിട്ട് 3 ദിവസം ഒരു കുട്ടി പനിച്ച് കിടന്നത്. സാറൊന്ന് പോയിക്കേ. ये खुश होता है. उसके हाथ में गन भी है. यही असर था, बस बाकी सब इधर रो रहे थे. सरप्राइज करते हैं. वही लड़की ने
बर्थडे सरप्राइज लुक का फोन आ गया तो ഹാപ്പി ബർത്ത്ഡേ ഓ ചോദിക്കടാ ഹായ്. पेपर स्प्रे बैंगरी. अच्छा अच्छा. ഒന്നാമത് സീരിയൽ കള്ളന്മാരൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് രാത്രി. ഇതാണോ കൊച്ചുമ്മ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്? മോളെ നീ ഒന്നും കേൾക്കണ്ട കേട്ടോ. ഇതുപോലൊരു പേടിത്തൊണ്ട് മോളെ. सीधा आंखों को लग जाएगा. अबे मार दिया कर. उसे फोन काट रही है. सैड सुपरस्टार. पहले अंग्रेजी का सैड सुपरस्टार. ओल्ड एज होम. ചിലരുടെ വിചാരം വൃദ്ധസദനം വളരെ മോശപ്പെട്ട സ്ഥലം. സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഈ കളവിമാരുടെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് വട്ടല്ലേ? എന്താണ് എന്നെ കൂടി ലുധിയാനയ്ക്ക് കൊണ്ടുപോയാ? അല്ല അച്ഛാ അതിപ്പോ ഓ നിന്റെ മറ്റോള് പറഞ്ഞു കാണും വേണ്ടാന്ന്. അച്ഛാ അല്ല പുതിയ അംഗമാണ്. സാർ പ്ലീസ് പോയിക്കോളൂ പോയിക്കോളൂ. अलग अलग लोगों को दिखा रहे हैं. അച്ഛനെ കൊടുക്കാനുള്ള ഇൻഹേലറും മരുന്നുകളാണ്. കൊടുക്കേണ്ട വിധം മിസ്റ്റർ സുമേഷ് പുർ. മിസ്റ്റർ സുമേഷ്. ഇല്ല സാറേ ഒരു മോശമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും സംസാരിച്ച് തെത്തൂടെ? സാർ അതങ്ങനെ तो चाहता ही है वहाँ छोड़ना. മനസ്സിലാവില്ല. കാര്യങ്ങൾ എന്നോട് തുറന്നു പറയും. ഞാൻ കുറുപ്പച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. പിന്നെ അതിൽ ആര് എന്ത് സംസാരിക്കാനാ? എക്സ്ക്യൂസ് മീ, ചന്തിക്ക് പിടിച്ചു എന്നാണോ പറഞ്ഞത്? ये डॉगी घूम रहा है. अच्छा इसी को ढूंढ रहा है. इसी को तो ढूंढ रहा है. ये कैसा उसका डॉग? उसने देख लिया. വണ്ടർഫുൾ ഗ്രാമം പടപടരും പനി പോലെ പകരും ഡൊമക്സിലും നശിച്ചിട അണുക്കൾ പോലവേ കരിക്കിലും പിഴച്ച സംഖ്യകൾ. നീ ഫോണെടുത്തില്ലെങ്കിൽ എനിക്ക് പുല്ലാടി പട്ടി. പോടോ ब्लॉक कर दिया इसे. इसने कर दिया ब्लॉक. पहले ब्लॉक कर रहा फिर अनब्लॉक कर रहा. अच्छा इसे नहीं है ना. ओल्ड एज है. मजा आ गया. തീർക്കും പുത്രൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലോകം. ഇത് സ്വർഗ പൂന്തോട്ടം. इसको भी मार निकल लेके आओ. इसको मार दिया उसने. നാട്ടിൽ ഭീതി പരത്തി ജനജീവിതം ദുസ്സഹമാക്കിയ സീരിയൽ കില്ലറെ ജീവനോടെയോ അല്ലാതെയോ. भाई सीरियल किलर को अबे वो बुड्ढे की फोटो लगा दी थी सारे. उससे बुड्ढी लगा दी उसने. सब इसी में चला रहे हैं. सब इसे समझ रहे हैं. നമ്പർ പോലില്ല. ഞാനിപ്പോലും ഏതൊരു പാളയം കൊണ്ടുണ്ട്. വേണോ? വേണ്ട. छोटा किलर ढूंढता हो.
कितनी बार फोन कर दिया उसने, वैन काटने पे लगी हो। अबे इसकी वाइफ तो नहीं है वो? इसकी वाइफ थी हुई क्या वो? വായം തുറന്ന് ഞാൻ नहीं, उसके घर गया था शायद उसे मारने वो। उसने उसे ओल्ड एज होम भेजा ना मेरे पापा को। उसे ढूंढता हुआ गया था वो। अच्छा, इसे ढूंढता हुआ गया था वो। ऐसे बर्थडे को। हाँ, इसको मारने गया था ना वो। कस बन रहा है അതല്ല അതിന്റെ അടുത്തത്. ये तो मिलनी लायक का है। उसे नहीं पता ना ये ओल्ड एज होम है। ये डॉगी ऐसे पीछे पीछे घूमने वाला है। എന്റെ പുറന്ന് മാറില്ലല്ലേ, നിന്നെ നീ ശരിയാക്കി തരാടാ. ഇന്നെങ്കിൽ